Hi all. Good morning to all. Good morning. Good Am I morning. audible? Audible. Okay. First of all, I'm going to introduce myself. Myself, I'm Lufna, working as a special educator and psychology counselor, and I live in the land of Bepur Sultan. And of course, I would like to thank our Wimble Academy's chairman, Faisal sir, and our charming coordinator, Sajna ma'am, for giving me this wonderful opportunity. Thank you. And who is always and always encouraging and motivating to me. Thank you so much. And I think you may be familiar with my voice. I'm a regular attendee of Wimble Academy's morning circle and doing some courses also here. And of course, you are the people. നിങ്ങൾ എന്ന് പറഞ്ഞാല് മീൻസ് നിങ്ങള് ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് യു ഓൾ ഇൻ ദിസ് ഏർലി മോർണിംഗ് വിത്തൗട്ട് എനി ലേസിനെസ് ഒരു മടിയും കൂടാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് വിത്തൗട്ട് എനി ഫെയിൽ അല്ലെ നിങ്ങൾ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നു സോ യു ആർ ഓൾ വെരി ഡെഡിക്കേറ്റഡ് പേഴ്സൺസ് സോ once again I appreciate you all. And did you notice our today's title? ഇന്നത്തെ ടൈറ്റിൽ ആരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കി. എന്തായിരുന്നു ആ ടൈറ്റില്? What is the title? Harmony of Life. Yeah, Harmony of Life, അല്ലേ? When you heard the word or when you read the word, at that time what could be comes in your mind? നിങ്ങൾ ആ ഒരു വേർഡ് പറയുമ്പോഴോ വായിക്കുമ്പോഴോ ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിലോട്ട് വന്ന ഒരു ഇമേജ് എന്താ? ഭയങ്കര ഹാപ്പിനെസ്, സന്തോഷമുള്ള ഒരു ഫാമിലി. Happiness. Okay, and something else? ഹാർമണി കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷം. സന്തോഷം. ഒരു എല്ലാത്തിനും മ്യൂസിക് ആക്ച്വലി ഒരു മ്യൂസിക്കിന്റെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കടന്നു വന്നിട്ടുണ്ടോ? ലൈക്ക് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ലൈക്ക് എംബ്ലം അല്ലേ? yeah some means it could be a piano, guitar or violin, whatever അല്ലെ? നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഹാർമണി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഇമേജ് നമുക്ക് വരുന്നില്ലേ അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഓർക്കസ്ട്രയില് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഒരുപോലെ വായിക്കുമ്പോഴേ അവിടെ മനോഹരമായ ഒരു സംഗീതം ഉണ്ടാവും അല്ലെ? ഈവൻ ആ ഒരു ഓർക്കസ്ട്രയില് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ റീഡിങ് മാറിപ്പോയാൽ എന്താ സംഭവിക്കുക അവിടെ? മൊത്തം കുളമാവും. യെസ് ഡെഫിനറ്റ്ലി അവിടെ ഒരു അപശബ്ദം വരും അല്ലെ? അവിടെ നമ്മള് പ്രതീക്ഷിച്ച പോലെ നമുക്ക് അവിടെ ഒന്നും മീൻസ് നമ്മുടെ ആ ഒരു ഓർക്കസ്ട്ര നമ്മൾ കേൾക്കാൻ പോയാൽ അവിടെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു റീഡിങ് കാരണം മൊത്തം അപശബ്ദം വരും അല്ലെ? ലൈക്ക് വൈസ് അതുപോലാണ് നമ്മുടെ ജീവിതവും മനോഹരമായ ഒരു സംഗീതമാണ്. അതില് ഓരോ ബന്ധങ്ങളും ഓരോ വ്യക്തികളും ആൻഡ് ഓരോ വികാരങ്ങളും ആ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇഫ് സോ അങ്ങനാണെങ്കിൽ എന്തായിരിക്കും ഹാർമണി ഓഫ് ലൈഫ്? എനി ഗസ്? ജിഷ മാം? എല്ലാ പിന്നെ മെമ്പേഴ്സും ഒരു ഐക്യത്തില് വെരി ഗുഡ്, വെരി സൂപ്പർ. സബാഷ്, അടിപൊളി. ഐ തിങ്ക് യു നോ ഓൾറെഡി ദിസ് അല്ലേ? അത് കേൾക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ വരിക. മാം തന്ന ഇൻട്രൊഡക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പിക്ചർ കിട്ടി. അത്രേ ഉള്ളൂ. വേറെ ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞ. ഹാർമണി ഓഫ് ലൈഫ് എന്ന് വെച്ചാ ആദ്യം നമ്മിൽ ആൻഡ് നമ്മുടെ ചിന്തകളിൽ ആൻഡ് നമ്മുടെ ബന്ധങ്ങളിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങള് എം ശ്രീകുമാറിന്റെ ഒരു ഇവന്റ് മീൻസ് പ്രോഗ്രാം ഉണ്ടാവാറുണ്ടല്ലോ. ഐ തിങ്ക് ഐ ഫോർഗോട്ട് ദാറ്റ് പ്രോഗ്രാം നെയിം. എനിക്ക് ആക്ച്വലി ഐ ഫോർഗോട്ട് ദാറ്റ് എന്ന് വെച്ചാൽ മീൻസ് ആ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങുമ്പോഴും മ്യൂസിക്കൽ പ്രോഗ്രാം തുടങ്ങുമ്പോഴും അവർ പറയാറുണ്ട് സംഗതികൾ പോരാ. മീൻസ് കുറച്ച് പിന്നിൽ നന്നായി പാടാത്ത കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗാണ് അല്ലെ? സംഗതികൾ പോരാ. കേട്ടിട്ടില്ല? സ്റ്റാർ സിംഗർ. എല്ലാത്തിലും ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ പലപ്പോഴും ഇങ്ങനെ പാസ് ചെയ്യുമ്പോ കാണാന്നല്ലാതെ അങ്ങനെ കാണാറില്ല. ആൻഡ് നമ്മുടെ സംഗീതം ആവുമ്പം അതിന്
സ്വരം, രാഗം, താളം, ലയം ആൻഡ് ശ്രുതി വേണം അല്ലെ. ലൈക്ക് നമ്മുടെ ജീവിതത്തിനും വേണം അതുപോലെ സ്വരം, രാഗം, താളം ആൻഡ് ലയം, ശ്രുതി. യുനോ, സോ നമ്മുടെ സ്വരം എന്താവണം? നമ്മുടെ ജീവിതം ഒരു മനോഹരമായ സംഗീതമാകണമെങ്കിൽ സ്വരം എന്ന് പറയുന്നത് എന്താവണം എന്നറിയാമോ? നമ്മുടെ തോട്ട്സ് ഈസ് അവർ സ്വരം ആൻഡ് യുനോ our emotions is our talam and balancing is our layam and our actions is our ragam and the fifth one, the last one, that is shruti. അല്ലേ? ശ്രുതി തെറ്റിയാ പിന്നെ കഴിഞ്ഞ്. ശ്രുതി തെറ്റിയാൽ ആ സിംഗർ എത്ര നന്നായി പാടിയാലും അതൊരു പാട്ടാവോ? നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയോ? നാവോ അല്ലെ, നമുക്ക് ഒരിക്കലും അത് എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതൊരു പാട്ടായിട്ട് മാറില്ല, സംഗീതാവില്ല. ദാറ്റ് ഈസ് അവർ മൈൻഡ്. ശ്രുതി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. ഓക്കെ, ആൻഡ് ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. ജസ്റ്റ് എ മിനിറ്റ് ഷെയർ ചെയ്ത് കാണാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇമേജ് കണ്ടു. ഓക്കെ. ആൻഡ് ഐ ആം ഓഡിബിൾ നൗ? Okay, so ഈ ഒരു 5 aspects we have to keep in our life always. That means our swaram is our thoughts and talam is our emotions and ragam is our actions and layam is our balance and the third one is our mind is our shruti. അല്ലേ? നമ്മൾ ഈ ഒരു 5 aspects നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. At that time our life will become a beautiful melody, you know. നമ്മുടെ ലൈഫും ഈ ഒരു 5 ആസ്പെക്ട്സ് ബാലൻസ് ചെയ്തു പോയാൽ നമ്മുടെ ലൈഫിലും ഒരു ബ്യൂട്ടിഫുൾ മെലഡി ഉണ്ടാവും. ആ മെലഡിയുടെ പേരെന്താന്ന് അറിയാമോ നിങ്ങൾക്ക്? എനി ഗസ്? ജിഷ മാം, സജന മാം? ആക്ച്വലി എനിക്ക് എത്ര പേരുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. ദാറ്റ്സ് ഐ എം കോളിംഗ്, വിളിച്ചവരുടെ തന്നെ വിളിക്കുന്ന കേട്ടോ. ആൻഡ് യാ റൗസർ, അറിയാമോ ആ മെലഡിയുടെ പേരെന്താന്ന്? ഈ 5 ആസ്പെക്ട്സ് ലൈഫിൽ ഈ 5 ആസ്പെക്ട്സ് നമ്മൾ ബാലൻസ് ചെയ്ത അവർ ലൈഫ് വിൽ ബിക്കം എ ബ്യൂട്ടിഫുൾ മെലഡി. ഓക്കെ, ആ മെലഡിയുടെ പേരാണ് പീസ്. യുനോ, നമ്മൾ ഈ 5 ആസ്പെക്ട്സ് ബാലൻസ് ചെയ്തു പോയാൽ നമ്മുടെ ലൈഫും മെലഡി ആവും അല്ലെ, ഒരു ബ്യൂട്ടിഫുൾ മെലഡി. ആ മെലഡിയുടെ പേരാണ് പീസ്. യുനോ, നമ്മൾ ഇതില് ഐ മീൻ നമ്മുടെ സ്വരം ഒന്ന് തെറ്റിപ്പോയാൽ എന്താ സംഭവിക്കുക? ആ സംഗീതം മൊത്തത്തിൽ അപശബ്ദമാവുന്ന നേരത്തെ ജിഷ മാം പറഞ്ഞല്ലോ അല്ലെ. ലൈക്ക് നമ്മുടെ ഉള്ളിലെ ഇന്നർ പീസ് ഓൾസോ അവിടെ ബ്രേക്ക് ആയി പോകും അല്ലെ. സ്വരം തെറ്റിയാൽ ദാറ്റ് ഈസ് അവർ തോട്ട്സ്. നമ്മുടെ തോട്ട്സ് ഒന്ന് മാറിയാൽ, നമ്മുടെ തോട്ട്സ് എന്ന് പറഞ്ഞാൽ വി കാൻ കൺട്രോൾ അല്ലേ. നമ്മുടെ തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതുപോലെ യെസ്, നമ്മുടെ മനസ്സിന്റെ സമാധാനവും അതോടൊപ്പം തന്നെ പോകുന്നുണ്ട്. യുനോ, ആക്ച്വലി മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് ഏറ്റവും വലിയൊരു സംഗീതം ഒളിഞ്ഞിരിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഓരോ തോട്ട്സും നമ്മുടെ ഓരോ ഇമോഷൻസിനെ ട്യൂൺ ചെയ്യണം ഒരു പാട്ട് പോലെ. സംടൈംസ് നമ്മള് വി ആർ ഓൾ ഹ്യൂമൻസ് നോ. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരാണോ? നെവർ.
വി ആർ ഓൾ ഹാവിങ് ഇംപെർഫെക്ഷൻസ് ഓൾസോ അല്ലെ. നമ്മളെല്ലാം ഇംപെർഫെക്റ്റ് അല്ലേ. 100-ൽ 100 മാർക്ക് നമുക്ക് ഇടാൻ പറ്റോ? അല്ലെങ്കിൽ 10-ൽ 10 മാർക്ക് ഇടാൻ പറ്റോ? ഇല്ല. ഇല്ല. അതെന്തുകൊണ്ടാ? സംടൈംസ് വി ഹാവ് ടു ട്യൂൺ ഇറ്റ് അല്ലേ. നമുക്ക് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യാണ്ട്. ലൈക്ക് നമുക്കൊരു തെറ്റ് പറ്റിപ്പോയാൽ നമ്മൾ അവിടെ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്? നമ്മുടെ ഇന്റഗ്രിറ്റി വാല്യൂ ചെയ്യും. യുനോ, ഒരു ഉം. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇന്റഗ്രിറ്റി ഈസ് ദ വാല്യുബിൾ തിങ് ഇൻ അവർ ലൈഫ് അല്ലെ. നമുക്കൊരു തെറ്റ് പറ്റിയാൽ നമുക്ക് അവിടെ അത് അംഗീകരിക്കാൻ, മീൻസ് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അങ്ങനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അവർ ഇന്റഗ്രിറ്റി. യുനോ, ദാറ്റ് ഇസ് ദ മെയിൻ ആൻഡ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ അവർ ലൈഫ്. സത്യസന്ധത അത് കീപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് നമ്മുടെ ഓരോ തോട്ട്സും ട്യൂൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ്സ് ഓൾ സെയിങ്, യുനോ. ആൻഡ് നമ്മുടെ മനസ്സ് ആൻഡ് നമ്മുടെ ഹാർട്ട്, നമുക്ക് സംടൈംസ് നമുക്ക് തോന്നാറുണ്ട് എന്ന് വെച്ചാൽ എനിക്കിത് ചെയ്യണം. അറ്റ് ദ സെയിം മൊമെന്റ് നമ്മൾ പിന്നോട്ട് നിൽക്കും. വേണ്ട, ഇപ്പൊ ചെയ്യണ്ട, പിന്നീടാവാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. യെസ്. എന്ന് വെച്ചാ നമ്മുടെ മനസ്സ് പറയുന്നതാവില്ല നമ്മുടെ ഹാർട്ട് ഓർ ഹൃദയം പറയുന്നത്. ഹൃദയം നമ്മളെ എന്ത് ചെയ്യും? പിന്നോട്ട് വലിക്കും. മനസ്സ് നമ്മളെ എന്ത് ചെയ്യും? നീ പുഷ് ചെയ്യും. നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് നമ്മുടെ തോട്ട്സ് ക്രിയേറ്റ് ഫീലിങ്സ്, യുനോ, ആൻഡ് ഫീലിങ്സ് ഇൻഫ്ലുവൻസ് അവർ ബിഹേവിയർ. സോ ബാലൻസ്ഡ് തിങ്കിങ് ബ്രിങ്സ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. എപ്പോഴും നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ ഫീലിങ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് അല്ലെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബാലൻസ്ഡ് തിങ്കിങ് ആണെങ്കിൽ അവിടെ എന്ത് നമുക്ക് കിട്ടുന്നുണ്ട്? ഇമോഷണൽ സ്റ്റെബിലിറ്റി. യുനോ, when our mind, our heart and our soul walk in the same direction, നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടും നമ്മുടെ സോളും സെയിം ഡിറക്ഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ our life will become beautiful, you know. പക്ഷെ നമുക്കത് പറ്റാറില്ല. നമുക്കിങ്ങനെ സംസാരിക്കാനേ പറ്റൂന്ന് ചിലരെല്ലാം ചിന്തിക്കും. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഈ 5 ആസ്പെക്ട്സ് നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്യണം. അറ്റ് ദാറ്റ് ടൈം വി വിൽ ഗെറ്റ് a beautiful melody, or we will get our beautiful life. No. And നിങ്ങളൊന്ന് just, you all please close your eyes now. Just close your eyes and take a long breath. നന്നായിട്ടൊന്ന് take a long breath ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ you have to draw a 3 circles in your mind. നിങ്ങൾ ഒരു 3 circles നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വരയ്ക്കാമോ? And വരച്ചോ? Are you ready? And Okay. breathe out slowly. Okay, I forgot it to say breathe out. I really feel sorry for that. എന്നിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു 3 circles വരയ്ക്കുക. Then write one each that describes your current status. അതിൽ മൈൻഡ് എന്ന് പറയുന്ന സർക്കിളിൽ നിങ്ങളുടെ കറണ്ട് സ്റ്റേറ്റസ് എന്താ, ആൻഡ് ഹാർട്ട് എന്ന് പറയുന്ന നിങ്ങളുടെ സർക്കിളിൽ കറണ്ട് സ്റ്റേറ്റസ് എന്താ, ആൻഡ് ദ ലാസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ സർക്കിളിലെ കറണ്ട് സ്റ്റേറ്റസ് എന്താ. ജസ്റ്റ് ഒന്ന് ആ ഒരു സർക്കിൾ നിങ്ങളൊന്ന് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, വാട്ട് ക്യാൻ ഐ ഡു ബ്രിങ് മോർ ബാലൻസ് ബിറ്റ്വീൻ ദം. ഇതിൽ ഏത് കാര്യത്തിലാണ് ഞാനിപ്പം ബാലൻസ് കൊണ്ടുവരേണ്ടത്? ഒന്ന് നോക്കിയേ. ആൻഡ് ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ് നൗ അല്ലെ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിനാണോ ഹാർട്ടിനാണോ റിലേഷൻഷിപ്പിനാണോ മോർ ബാലൻസിങ് വേണ്ടത്? Okay, now you all open your eyes. Thank you so much. Just നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാലൻസിങ് എവിടെ കിട്ടിയെന്ന് ഉണ്ടാവുന്നു. ഓക്കെ, യുനോ, ചാണക്യൻ പറയുന്ന ഒരു മന്ത്രമുണ്ട്. ചാണക്യൻ, നിങ്ങൾക്ക് അറിയാലോ ചാണക്യൻ ആരാന്ന്.
ചാണക്യൻ പറയുന്നുണ്ട്, അനവസ്ഥിത ചിത്തസ്യ ന ജനേ ന വനേ സുഖം എന്ന് വെച്ചാ ഒരു അസ്ഥിരമായ മനസ്സുള്ള ഒരു വ്യക്തി, ഈവൻ അദ്ദേഹം ആ ഒരു മനുഷ്യൻ ജനങ്ങൾക്കിടയിലാവട്ടെ അല്ലെങ്കിൽ വനത്തിലാവട്ടെ എവിടെ പോയാലും അവർക്ക് എന്ത് കിട്ടില്ല? പീസ് കിട്ടില്ല. അവരെന്തായിരിക്കും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ആൻഡ് ചാണക്യൻ പറയുന്ന ഒരു വേറൊരു ഫാക്ട് ഉണ്ട്. ദാറ്റ് ഈസ് ഏറ്റവും വലിയ കലാകാരൻ ആരാന്ന് അറിയാമോ നിങ്ങൾക്ക്? എനി ഐഡിയ? കലാകാരൻ ഏറ്റവും വലിയ കലാകാരൻ. സമാധാനമുള്ള ആളോ? സമാധാനം. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിന്റെ, അതായത് ഏറ്റവും വലിയ കലാകാരൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആർക്ക് പറ്റുന്നോ അവനാണ് യഥാർത്ഥ കലാകാരൻ അല്ലെ? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരുപാട് ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം കടന്നു പോകുന്ന ഒരു വലിയൊരു സാഗരമാണ് അല്ലെ? അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവനാണ് യഥാർത്ഥ കലാകാരൻ. അറ്റ് ദ സെയിം ടൈം ചാണക്യൻ പറയുന്നുണ്ട്, യുനോ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാന്നറിയാമോ? ദ മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഹ്യൂമൻ. ദേഷ്യം നിയന്ത്രിക്കുന്ന ആളാണ്. നോ, നാവിനെ അത് നിയന്ത്രിക്കുന്നു, നോ. മനസ്സിനെ എന്ന് വെച്ചാ നിയന്ത്രിക്കുന്നു. അല്ല, ക്ഷമ. അതെല്ലാം അല്ല. എന്ന് വെച്ചാ നമ്മുടെ, അതായത് ചാണക്യൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ കലാകാരൻ, ഏറ്റവും വലിയ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു. ആൻഡ് അറ്റ് ദ സെയിം ടൈം വലിയ ബുദ്ധിമാനെ കുറിച്ചും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ആത്മാവിന്റെ ശബ്ദം അറിയുന്നവൻ. അതായത് നമ്മുടെ ആത്മാവിന്റെ ശബ്ദം അറിഞ്ഞു പ്രവർത്തിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ സോളിന്റെ സൗണ്ട് നമുക്ക് ഹൗ ഡു വി ഫൈൻഡ് ഔട്ട്? ആക്ച്വലി നമ്മൾ ഈ 5 ആസ്പെക്ട്സ് ബാലൻസ് ചെയ്തു പോയാൽ നമുക്ക് നമ്മുടെ ഇന്നർ വോയിസ് ഓൾസോ കേൾക്കാൻ കഴിയും. യുനോ, ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് സംടൈംസ് തോന്നിയിട്ടുണ്ടോ, ഇന്നത്തെ ദിവസം അത്ര പോരാ, ഇന്നലെ ആയിരുന്നു ഒന്നുകൂടെ നന്നായിണ്ടായിരുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? Like our surroundings, like everything around, we feel good sometimes അല്ലേ? അതെന്തുകൊണ്ടാ അങ്ങനെ തോന്നുന്നേ? അതെന്തുകൊണ്ടാ? ചില ദിവസം നമുക്ക് നമ്മള് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും നമ്മുടെ മനസ്സ്. അതെ, അതെന്തുകൊണ്ടാ? ആക്ച്വലി യുനോ ദാറ്റ് നമ്മുടെ ശ്രുതി ശരിയായ ദിവസങ്ങളിലാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. യുനോ, നമ്മുടെ ശ്രുതി ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ എന്തായിരിക്കില്ല, ഹാപ്പി ആയിരിക്കില്ല. ഇന്നലെ ഓക്കെ ആയിരുന്നു, ഇന്നെന്തോ ഭയങ്കര ഗ്ലൂമി, അങ്ങനെ ലൈക്ക് ദാറ്റ്. ഇന്ന് പോരാ, ഇന്നത്തെ ദിവസം അത്ര ഒരു സുഖമല്ല, ബോറിംഗ് ഡേ, അങ്ങനെല്ലാം പറഞ്ഞു. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ശ്രുതി. യുനോ, നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ലൈക്വൈസ് നമ്മുടെ ശ്രുതി, അതായത് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാന്നാ പറഞ്ഞേ? നമ്മുടെ സോൾ ഇന്നർ വോയിസ് അറിയുന്നവൻ, നമ്മുടെ സോളിന്റെ ശബ്ദം അറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. യുനോ, നമ്മുടെ ശ്രുതി, അതായത് നമ്മുടെ മനസ്സിന്റെ ശാന്തത തെറ്റിയാല് നമ്മുടെ എല്ലാം താളം തെറ്റും അല്ലെ? ലൈക്ക് നമ്മുടെ ചിന്തകള്, നമ്മുടെ ഇമാജിനേഷൻസ് ആൻഡ് എല്ലാം പോയിട്ട് അവിടെ ഒരു ഹാർമണി ഓഫ് ലൈഫ് എന്തായി മാറും? ഡിസ്ഹാർമണി ഓഫ് ലൈഫിലോട്ട് മാറും. യുനോ, ആൻഡ് യുനോ, ഞാൻ ആക്ച്വലി നിങ്ങൾ ഒരു ടെറേസ മാർവലറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഹു ഈസ് എ പ്രൊഫസർ അറ്റ് ഹോവാർഡ് ബിസിനസ് സ്കൂൾ. അവർക്ക് ഒരിക്കല് ഷി ഡിഡ് എ ഡയറി സ്റ്റഡി, ഒരു ചാൻസ് കിട്ടി. ഡയറി സ്റ്റഡി മീൻസ് അവരുടെ ആ ഒരു കോളേജ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ ഡയറി സ്റ്റഡി ചെയ്യാൻ ഒരിക്കലും ഒരു ചാൻസ് കിട്ടി. അറ്റ് ദാറ്റ് ടൈം അവർ അതായത് ഡെയിലി റൂട്ടീൻ മീൻസ് ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് അനുഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഒബ്സർവേഷൻ കിട്ടിയതായിരുന്നു. അറ്റ് ദാറ്റ് ടൈം അവർ മനസ്സിലാക്കിയൊരു മെയിൻ ഫാക്ട് ഉണ്ട്. ലൈക്ക് മീൻസ് എല്ലാവരുടെ ഡയറിയിലും ഒരേ പാറ്റേൺ ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ എല്ലാവരുടെ ഡയറിയിലും നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈവൻ
മോർ ദാൻ പോസിറ്റീവ് തോട്ട്സ്. പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ഇമോഷൻസിനെക്കാളും നെഗറ്റീവ് തോട്ട്സ് ആണ് അവിടെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എന്ത് വേണം, വി ഹാവ് ടു ബാലൻസ് വി ഹാവ് ടു ബാലൻസ് ഓൾ ദീസ് ആസ്പെക്ട്സ്. നമ്മളെപ്പോഴും എന്താണ് വേഗം നെഗറ്റീവിലോട്ടാണല്ലേ പോകുന്നത്. ഈവൻ ഇൻക്ലൂഡിങ് മീ ഓൾസോ. ഞാനെല്ലാം അങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഐ എം ഓൾസോ അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നെഗറ്റീവ് തോട്ട്സിന് ഡയറിയിൽ പോലും ഒരാൾക്ക് എന്ത് പറ്റുന്നില്ല, നമ്മളെ ഡയറി എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് എഴുതാനുള്ളതാണ് ഓഫ് കോഴ്സ്. പക്ഷെ എങ്കിൽ പോലും അവിടെ പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് തോട്ട്സിനെക്കാളും നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ആ ഒരു ഒരു ഹ്യൂമൻ എന്താ ആവുന്നത്, അവരുടെ ഒരു ഹാർമണി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ. സോ നമുക്ക് ഈ ഹാർമണി ഒക്കെ നഷ്ടപ്പെടുമ്പോൾ യുനോ നമുക്ക് ഒരു ഇക്വേഷൻസ് വേണ്ടേ, നമ്മുടെ ലൈഫ് ബാലൻസ് ആവാൻ നമ്മൾ വി ഹാവ് ടു കീപ് ദീസ് 5 ആസ്പെക്ട്സ് യുനോ അറ്റ് ദ സെയിം ടൈം. ഈ ആസ്പെക്ട്സിനൊപ്പം തന്നെ നമുക്കൊരു ഇക്വേഷൻസും കൂടെ വേണം, വേണ്ടേ? യെസ്, ജസ്റ്റ് എ മിനിറ്റ്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ. നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ട ഒരു ഇക്വേഷൻ ആണിത്. യുനോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റും തോന്നുന്നു. ലൈഫ് ഇസ് ഓൾ ബാലൻസ്. ലൈക്ക് നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യാൻ വി നീഡ് ടു ഡു സം സബ്സ്ട്രാക്ഷൻസ് ആൻഡ് അഡിഷൻസ് ടു ഗെറ്റ് ദിസ് ബാലൻസ് അല്ലെ. നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യണം നമുക്ക് എന്തായാലും കുറച്ച് കൂട്ടലുകളും കിഴിക്കലുകളും വേണം, എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് ബാലൻസ് ആവും. ലൈക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ഗുഡ് പീപ്പിൾ ഇൻ അവർ ലൈഫ് ഓൾവേസ്. നല്ല ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സമ്പർക്കം ഓർ കമ്പനി ഓർ ഫ്രണ്ട്ഷിപ്പ്. നല്ല ആഡ് ഗുഡ് പീപ്പിൾ ഇൻ അവർ ലൈഫ് ഓൾവേസ് ആൻഡ് ലെറ്റ് ഗോ ഓഫ് ദോസ് ഹു ഡ്രെയിൻ അവർ എനർജി. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി നിർത്തണം. ആൻഡ് ഹാഡ് പേർപ്പസ്. നമ്മുടെ പേർപ്പസ് എന്താണോ നോക്കുക. ലെറ്റ് ഗോ കംഫർട്ട് ആൻഡ് ഹാഡ് പാഷൻ ആൻഡ് സബ്സ്ട്രാക്ട് അഡിക്ഷൻസ്. നമ്മുടെ പാഷൻ എന്താണോ നോക്കുക. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു സബ്സ്ട്രാക്ട് അഡിക്ഷൻസ്. നമ്മൾ ചിലതിലെല്ലാം അഡിക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷൻ വി ഹാവ് ടു അവോയ്ഡ് ഇറ്റ് ഓൾവേസ്. എന്നിട്ട് നമ്മുടെ പാഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആൻഡ് always and always we have to gain knowledge, no? Add knowledge, let go of overthinking. അല്ലെ, നമ്മളെല്ലാവരും ഓവർ തിങ്കിങ് പേഴ്സൺസ് ആണെന്ന് മേ ബി ഞാനൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളെ എല്ലാവരും പറഞ്ഞ സോറി. ഒരു ഒട്ടുമിക്ക ആളുകളും ഓവർ തിങ്കിങ് ആണല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് ഗോ ഓഫ് ഓവർ തിങ്കിങ് ആൻഡ് ഗെയിൻ നോളേജ് ഓൾവേസ്. ആൻഡ് ആഡ് ഹെൽത്ത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ആഡ് ഹെൽത്ത് ആൻഡ് സബ്സ്ട്രാക്ട് അയിൽമെന്റ്. ദാറ്റ് മീൻസ് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ രോഗം വരാതെ നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഫിഗർ ഔട്ട് യുവർ ഓൺ ഇക്വേഷൻസ് ഓഫ് ലൈഫ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് ബാലൻസ് ചെയ്താൽ നമ്മുടെ ലൈഫ് എന്താവും, ബാലൻസ് ആവും. ഇറ്റ് ബൈ ഓൾ ദ സബ്സ്ട്രാക്ഷൻസ് ആൻഡ് അഡിഷൻസ്. ഇങ്ങനെ കൂട്ടലുകളും കിഴിക്കലുകളും ആയാൽ നമ്മുടെ ലൈഫ് നമുക്ക് മീൻസ് ഈ ഇക്വേഷൻസ് ഫോളോ ചെയ്താൽ ആൻഡ് ഈ 5 ആസ്പെക്ട്സ് ഓൾസോ ഫോളോ ചെയ്താൽ അവർ ലൈഫ് വിൽ ബിക്കം എ ബ്യൂട്ടിഫുൾ മെലഡി. യുനോ നമ്മുടെ ലൈഫും ഒരു മനോഹരമായ ഒരു സംഗീതമായിട്ട് മാറും. സോ ഇതൊന്ന് ഷെയർ ചെയ്യണം ഗ്രൂപ്പിൽ കേട്ടോ. നല്ലൊരു ഓക്കെ. സോ താങ്ക് യു. എനിക്ക് ഇത്രേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഐ തിങ്ക് അവർ ടൈം ഇസ് 6 o'clock now. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ ഓർ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. 5 ആസ്പെക്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് കേട്ടോ മാം നേരം കിട്ടുന്നു. നല്ല ടൈം മാനേജ്മെന്റ് കറക്റ്റ് 6 o'clock ആയിട്ട് നിർത്തി. താങ്ക് യു. സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് അല്ലേ, ഒരുപാട് ചിന്തിക്കാൻ പറ്റി. ഇല്ലേ സജന മാം?
നമുക്ക് ഒരുപാട് ചിന്തിക്കാനും അറിയാനും പറ്റി. നമ്മൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളാ ശരിക്കും പറഞ്ഞ ആ ഒരു ഭയങ്കര ഒരു ഇതില് ഹാർമണിയിലോട്ട് കൊണ്ടുവന്നു ശരിക്കും കേട്ടോ. ആണോ നിങ്ങൾക്ക് മ്യൂസിക്കും കാര്യങ്ങളും എങ്ങനെ മാം? അതെ അതെ ശ്രുതിയും താളവും ലയവും ഒക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഫീല് വന്നു. ഓക്കെ, അതെ താങ്ക് യു. ശരിക്കും ആക്ച്വലി അതിന്റെ ഇത് introduction 1 hour സെഷൻ ആണ്. ഞാനത് ഒന്ന് എന്താ പറയാ ഹാഫ് ആൻ അവറിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇത് ആക്ച്വലി ഒരു കുറേ 1 hour ഉണ്ട്. ആക്കി എടുക്കാം. ഇനി 1 hour അല്ലേ ശരിക്കും ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. നമ്മള് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഇതുവരെ ലിഫ്. കേൾക്കാത്ത ഒരു രീതി. നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു മീനിങ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you. So, may our Shruti stay tuned to peace, to kindness, and to ourselves, നമ്മളെപ്പോഴും and let's carry this music with us always and always. നമ്മളെപ്പോഴും നമ്മുടെ ശ്രുതി ട്യൂൺ ചെയ്ത് സമാധാനത്തോടെയും ഹാപ്പിനെസ്സോടുകൂടിയും കൂടി ലൈഫിൽ അത് ക്യാരി ചെയ്തു പോവാ. ഓക്കെ മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. പിന്നെ ശരിക്കും ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇന്നർ വോയിസ് അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമാന്റെ ലക്ഷണം എന്ന് പറഞ്ഞു. യെസ് മാം. അതിനാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതെ അതെ. കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം അല്ലേ? Yes, അപ്പൊ yes, ശരിക്കും ഉണ്ടല്ലോ of ഈ course. ഇന്നർ വോയിസ് നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. ശരിക്കും ഈ ഇന്നർ വോയിസ് അത് കറക്റ്റ് ആണോ ശരിയാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും അല്ലേ? ശരിക്കും ഇത് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സൗണ്ടും ഈ വേ ഓഫ് എക്സ്പ്രഷൻ എല്ലാം വളരെ നല്ലതായിരുന്നു. Actually, ma'am, this is my first experience, and ഞാൻ ആക്ച്വലി ലിറ്റിൽ ബിറ്റ് നെർവസ് ആയിരുന്നു. ബട്ട് നമ്മുടെ I don't know how to express my gratitude to Jisha ma'am, Sajna ma'am, and Rausa, Shajila ma'am, and Archana ma'am. ഒരുപാട് പേരുണ്ട്. അൻസാർ, ഫവാസ് എല്ലാവരും എന്നെ ബാക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഞാനിപ്പോ ഇൻ ഫ്രണ്ട് ഓഫ് യു ഓൾ നിൽക്കുന്നു. എനിക്ക് ഈ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ ടു മച്ച് ആണ്. ഭയങ്കര ടെൻഷനാണ്. എന്റെ ടെൻഷൻ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല ആക്ച്വലി. ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര റിലാക്സ് ആയിട്ട് കേട്ടോ. ഞാൻ ലിഫ്റ്റിന്റെ അടുത്ത് എപ്പോഴും പറയേ ടെൻഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോ മാത്രമാണ് വേറൊരാൾക്ക് അറിയുള്ളൂ. അല്ല അപ്പൊ ഇത് പറയുമ്പോഴും അറിയുന്നില്ല. അതാ രസം അല്ലേ? അതാണ് അത് ഞാൻ പറഞ്ഞാലും മാമിനോട് നമുക്ക് പറഞ്ഞിട്ടില്ലേ മനസ്സിലാവുന്നില്ല. അതിന്റെ ആ ഒരു കാര്യം. എപ്പോഴും പറയുന്നതാണ്. അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത്. പറയരുത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. ശരിക്കും അത് സ്ട്രെസ് റിലീസിങ് വേ അല്ലേ? അതായത് നമ്മൾ ശരിക്കും ഓപ്പൺ ചെയ്ത് പറയുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവുമല്ലോ, മറ്റുള്ളവർക്ക് ഫീൽ ചെയ്താൽ പോലും അല്ലേ മാം? അല്ല ഈ ലിഫ്റ്റയുടെ കാര്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പറഞ്ഞാലും ഫീൽ ചെയ്യുന്നില്ല. അതല്ലേ രസം. നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് നല്ല ഹാപ്പി ആയിട്ട് നമ്മളെയും കൂടെ ഹാപ്പി ആക്കുക ചെയ്തത്. താങ്ക് യു. ഞാൻ ജിഷ മാമിനോട് പറഞ്ഞിട്ടില്ലേ അതിന്റെ ആ ഒരു അതെന്താ സംഭവം. ആ അതല്ലേ നമ്മളിത്ര ധൈര്യമായിട്ട് പറയുന്നേ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് നല്ല ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇന്നർ വോയിസിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മള് ഇന്നർ വോയിസ് കേൾക്കാതെ ആകുമ്പോൾ അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് ഓരോ കുഴപ്പത്തിൽ പോയി ചാടുക. അതെ, ഡെഫിനറ്റ്ലി നമ്മളത് ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ വാലിഡേഷൻസ് അന്വേഷിച്ചു പോകും. ഫൈനലി നമുക്ക് തോന്നുന്നു നമ്മൾ ആദ്യം വിചാരിച്ചത് തന്നെയായിരുന്നു ശരി. നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു സംഭവം അല്ലെ നമ്മുടെ ലൈഫിൽ. അത് ചെയ്താൽ മതിയിരുന്നു, അങ്ങനെ ആക്കിയാൽ മതിയിരുന്നു, അതായിരുന്നു നല്ലത്. നമ്മുടെ ഇന്നർ വോയിസ് നമ്മളോട് പറയുന്നുണ്ട്, പക്ഷെ നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. അതെ, ചുറ്റുമുള്ള ആ സ്വരങ്ങളാണല്ലോ നമ്മൾ കേൾക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന. അതിനാണ് ഇപ്പം മറ്റേ മാം പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ശരിക്കും അതാണ്. മെഡിറ്റേഷൻ ഇറ്റ്സ് എ പവർഫുൾ മെഡിസിൻ ടു അവർ സോൾ. നമ്മുടെ സോളിന് ഭയങ്കര ഒരു പവർഫുൾ മെഡിസിൻ ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ shall we move on? Thank you to all, and especially you all. എനിക്ക് can't express beyond the words ആണ്. എനിക്കത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. എല്ലാവരോടും താങ്ക് യു സോ മച്ച്.
ഇത്രയും അപ്പൊ നേരം ഈ എന്നെ കേട്ടിരുന്ന കാര്യങ്ങളൊക്കെ എല്ലാരോടും ഗ്രൂപ്പിൽ താങ്ക് യു സോ ഷെയർ മച്ച്. ചെയ്ത് ഓക്കെ യെസ് മാം. ഷെയർ ചെയ്ത് തരണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. സോ ബൈ. സജ്ന മാം വൈൻഡപ്പ് ചെയ്യാല്ലേ? ലത ഓക്കെ, വൈൻഡപ്പ് ചെയ്യാലേ മാം? കണ്ടിപ്പിക്കാം. Okay. Thank you all once again. Thank you.